നിങ്ങളുടെ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ അവൻ വോട്ടറാകും. അവന് ഇലക്ഷനിൽ വോട്ട് ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടും. 21 വയസ്സാകുമ്പോൾ ലീഗലി കല്യാണം കഴിക്കാനുള്ള പ്രായമാകും. പക്ഷേ നിങ്ങൾ സമ്മതിച്ചാലല്ലേ? അതല്ലേ? നിയമം പറയുന്ന ഒന്ന്, സമൂഹം നടപ്പാക്കുന്നത് വേറൊന്ന്. നിങ്ങൾ പറയും നിങ്ങളാണ് വളർത്തിയെന്ന്. അതുകൊണ്ട് വളർത്തിയെന്ന് കരുതി നിങ്ങൾക്ക് മക്കളിൽ യാതൊരു ഉടമസ്ഥാവകാശമില്ല. അല്ലെങ്കിൽ തന്നെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനായിട്ട് അവരിങ്ങനെ സ്വകാര്യ സ്വത്തോ വീടോ ഒന്നും അല്ലല്ലോ ഉടമസ്ഥനെ വെക്കാൻ വേണ്ടിയിട്ട്. അവർ മനുഷ്യരാണ്. നമ്മുടെ മതത്തിൽ ഇങ്ങനെ പാടില്ല, നമ്മുടെ വീട്ടിൽ ഇത് നടക്കില്ല, നാട്ടുകാരെന്ത് പറയും, ഇതൊക്കെയാണ് ചിന്ത. ഇതൊന്നും മതവചനങ്ങളല്ല, ഭീതിയുടെ വചനങ്ങളാണ്. ഈ ഭീതിയാണ് ഒരു 19കാരിയെയും 21കാരനെയും കോട്ടയത്തെ ഒരു ലോഡ്ജ് മുറിയിൽ ഫാനിൽ കെട്ടി തൂങ്ങാൻ പ്രേരിപ്പിച്ചത്. നിങ്ങൾ അവരോട് പറഞ്ഞു വിവാഹം നടക്കില്ല എന്ന്. വേറെന്തൊക്കെ പറഞ്ഞു? ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾ എവിടെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണല്ലോ. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളല്ല, തീരുമാനം എടുക്കേണ്ടത് അവരാണ്. പ്രായപൂർത്തിയായ 2 വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കണമെങ്കിൽ അവരുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം പറയാം, അല്ലാതെ വളർത്തി വലുതാക്കി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ തീരുമാനത്തിന് അവർ ജീവിക്കണമെന്ന് ചിന്തിക്കരുത്. കുട്ടികൾ വേണമെന്നുള്ള ആവശ്യം നിങ്ങളുടേതായിരുന്നു. നിങ്ങൾ ജനിപ്പിച്ചാൽ അവരെ വളർത്തേണ്ടതും അവരെ പഠിപ്പിക്കേണ്ടതും ഈ പറയുന്ന ഒരു പ്രായം വരെ, അവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന പ്രായം വരെ അവരെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യുക. അത് കഴിഞ്ഞ് അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവർ തന്നെയാണ്. അഭിപ്രായം പറയാം. നിങ്ങളോട് ചോദിച്ചാൽ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ അഭിപ്രായം പറയാം. അത്രേ ഉള്ളൂ അവകാശം. അല്ലാതെ മക്കള് നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങളുടെ മക്കള് നിങ്ങൾ പറയുന്നതും കേട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവർ വേറെ വ്യക്തിയാണ്. ഇനി അവർക്ക് മറ്റെന്തൊക്കെ വഴിയുണ്ടായിരുന്നു? ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എല്ലാ വഴികളും ഈ സമൂഹം ഇമാതിരി ഊള ചിന്താഗതിയും വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് അവര് വഴി തേടുന്നത്? അവർക്ക് ആകെ തുറന്നു കിട്ടിയ വഴി ഇതേ ഉണ്ടായിരുന്നുള്ളായിരിക്കാം. ആത്മഹത്യ എന്ന് പറയുന്നത് കൊലപാതകം പോലെ തന്നെ മറ്റൊരാളെ കൊല്ലുന്നതോ സ്വയം കൊല്ലുന്നതോ തെറ്റാണ് എന്ന് തന്നെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്നേ. ഇനി ഇവർ കല്യാണം കഴിച്ച് എവിടെയെങ്കിലും പോയെന്ന് വെച്ചു, അയലക്കത്തുള്ള എല്ലാ ആൾക്കാരും പറയാല്ലേ, അതെ മറ്റേ അവന്റെ മോള് ഏതോ ഒരു ഹിന്ദു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കേട്ടോ എന്ന് പറയും. ഇനി ചെറുക്കൻ്റെ വീട്ടുകാർ വരല്ലേ, അവന്റെ മകൻ ഏതോ ഒരു മുസ്ലിം പെണ്ണിനെ അടിച്ചോണ്ട് പോയി കേട്ടോ എന്ന് പറയല്ലേ. 2 മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്നു, 2 മനുഷ്യർ തമ്മിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ? ചെറിയ പ്രായമാണ്, കുട്ടികളാണവര്, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കുട്ടികളാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പ്രാപ്തിയാകുമ്പോൾ നിങ്ങളെ കല്യാണം കഴിച്ച് തരാം. ഇനി ഞങ്ങൾ അന്ന് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച് പൊക്കോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പം മതം വന്നു. 2 ഇടത്തും വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന വിവരം. കാരണം സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പോലീസ് വിവാഹം സമ്മതിക്കാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വിവാഹം സമ്മതിക്കാത്തതിന്റെ റീസൺ ഇതായിരിക്കും, മതം. ഈ മതം തലയെ പിടിച്ച, അല്ലെങ്കിൽ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ആൾക്കാരാണ് ഈ സമൂഹത്തിന്റെ ശാപം. എന്ന് ഈ മതം അവസാനിക്കുന്നോ അന്ന് ഈ സമൂഹം രക്ഷപ്പെടും. അന്ന് മനുഷ്യനായിട്ട് മറ്റുള്ളവനെ കാണാൻ പഠിക്കും. ഇതൊരു ലവ് ഫെയിലിയർ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഇത് മാതാപിതൃത്വത്തിന്റെ ദുരുപയോഗമാണ്. കാരണം പേരൻസ് ആണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സമൂഹം ഉണ്ടാക്കി വെച്ച അമ്മാതിരി ഒരു കാര്യത്തിന്റെ ദുരുപയോഗമാണ് സംഭവിച്ചത്. പേരൻസ് അല്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനാണ് അവർ വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏത് പാർട്ടിക്ക് കുത്തണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കുത്തുന്നത്. അതൊക്കെ അവരുടെ ചോയ്സാ. എന്തുകൊണ്ടാണ് നിങ്ങളെ അങ്ങോട്ട് കയറ്റാത്തത്? നിങ്ങളെ കയറ്റുമോ അവരോട്ട്? എൻ്റെ മോനാ, അതുകൊണ്ട് അവൻ വോട്ട് ചെയ്യുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ കയറ്റുമോ? ഇല്ല. അവൻ വേറൊരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് ആധാർ കാർഡും ഇലക്ഷൻ ID കാർഡും ഒക്കെ ഉള്ള ഒരാളാണ്. അതാണ് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ, ആസ് എ പേരൻസ് നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറയാം. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ സ്നേഹിച്ചല്ലോ എന്ന് പറയും. സ്നേഹിക്കരുതെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ സ്നേഹം അവരുടെ സ്വാതന്ത്ര്യം തടയുന്നതായിരിക്കരുത്. അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലൊന്നും അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ, മീൻസ് അവരുടെ എല്ലാ ഫ്രീഡവും അവരൊരു വ്യക്തിയാണെന്നുള്ള പരിഗണന കൊടുത്തിട്ടുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് മകനാണെങ്കിലും മകളാണെങ്കിലും അച്ഛനാണല്ലോ അമ്മയാണല്ലോ ആരാണല്ലോ, അങ്ങനെ പാടുള്ളൂ. ഈ ആദ്യം തന്നെ ഉണ്ടല്ലോ, ഈ നിങ്ങൾ പ്രായമായി നിങ്ങൾ ബെഡ്രിഡൻ ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേനും നിങ്ങളെ നോക്കാനാണ് മക്കളെന്നുള്ള ചിന്താഗതി തന്നെ ആദ്യം മാറ്റണം.
അങ്ങനല്ല മക്കള്. നിങ്ങൾ ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജനറേഷൻ അടുത്ത തലമുറയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ച ആൾക്കാരാണ് മക്കള്. മനസ്സിലായില്ലേ? അവർക്ക് അവരുടേതായ ലൈഫുണ്ട്. അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് പുതിയൊരു ലൈഫിലേക്ക് വരുമ്പോൾ അവരുടെ ലൈഫിലേക്ക് പോകണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവരെ വിടണം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോകണം എന്നല്ല. നിങ്ങളത് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അതിനാണ് ഇവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ലല്ലോ നടത്തുന്നത്. അല്ലാതെ മറ്റേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തൊന്നും അല്ലല്ലോ. മനുഷ്യജീവികളല്ലേ. അല്ലാതെ ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേനും എല്ലാം കൂടി ഇങ്ങോട്ട് തിരിച്ചു കിട്ടും, അതിന്റെ വിത്ത് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും എന്ന് വിചാരിച്ചാണോ ചെയ്തത്? അങ്ങനെയാണോ മക്കളെ ജനിപ്പിക്കുന്നത്? ഇന്നിപ്പോ ഈ കോട്ടയത്ത് നടന്ന സംഭവമില്ലേ, പേര് മാത്രം മാറും, ഇനിയും ഉണ്ടാവും. എത്രയിടത്തുണ്ടായി, എത്ര പ്രശ്നങ്ങളുണ്ടായി. ഇത്തരത്തിലുള്ള മതഭ്രാന്തിന്റെ പേരിൽ പ്രണയിച്ച ആൾക്കാരെ കാമുകനെ കൊന്നതുണ്ട്, കാമുകിയെ കൊന്നതുണ്ട്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ. നമ്മൾ എത്ര സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയെങ്കിലും കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ലേ? ഈ മതം തലയ്ക്ക് പിടിക്കുമ്പോഴത്തേനും മക്കളാണെങ്കിൽ അവർ മനുഷ്യരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് നിങ്ങളെ മക്കളാണെന്ന് പോലും ചിന്തിക്കണ്ട. മനുഷ്യ ജീവികളാണെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ഈ മതവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിൽ പ്രശ്നം തന്നെയാണ്. പിന്നെ പുതിയ തലമുറ, പുതിയ ജനറേഷൻ, പുതിയ പിള്ളേരോ ആരോ ആയിക്കോട്ടെ, പുതിയതെന്നല്ല പഴയ ആൾക്കാരും ഏത് ഏജിലുള്ളവരാണെങ്കിലും അവരോട് പറയാനുള്ള ഒരു കാര്യം, അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രണയമാണെങ്കിലും വർക്ക് പ്രഷർ ആണെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും മാനസികമായിട്ട് വളരെ മോശം അവസ്ഥയിലിരിക്കുന്ന, ഒട്ടും മെന്റലി ഹെൽത്തി അല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് അന്വേഷിച്ച് ചെല്ലാൻ പറ്റുന്നൊരു സംവിധാനമാണ് ദിശ. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ടോൾ ഫ്രീ നമ്പറാണ് അവരുടെ. അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാം. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഒരു, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഒരു ഹെൽപ്പ് ലൈൻ സർവീസാണത്. നമ്മൾ ഈ മെന്റലി വീക്കായി പോകുമ്പോഴേ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്, അതായത് നമ്മളത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസിക രോഗമാണെന്ന് ഇവർ ചിന്തിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ചിന്തിക്കുമോ, നാട്ടുകാർ ചിന്തിക്കുമോ എന്ന്. നിങ്ങൾക്ക് പനി വന്നാൽ നിങ്ങൾ മരുന്ന് വാങ്ങിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാറുണ്ടോ? ചിലപ്പം പറയും ആവി പിടിച്ചാൽ അത് റെഡിയാകും എന്ന് പറയും. അത്തരത്തിലുള്ള ചെറിയ റെമഡീസ് കാണും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മരുന്ന് കഴിക്കേണ്ടി വരും, ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. എല്ലാം ആരോഗ്യപരമായ പ്രശ്നമാണ്. മാനസികവും ആരോഗ്യപരമായ പ്രശ്നമാണ്. മാനസിക ആരോഗ്യം എന്നല്ലേ പറയുന്നത്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഒരു കാര്യമുള്ളൂ. അതിന് നിങ്ങൾ മരുന്ന് കഴിച്ച് ആ ഒരു പ്രശ്നം ക്ലിയർ ചെയ്യാതെ അത് വെച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കോ, മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിനെ നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകാനുള്ള രീതിയിലേക്കൊക്കെ പോകുന്നതിന്റെ ആവശ്യം എന്താ? ഇതൊക്കെ വളരെ നോർമലായിട്ട് കാണേണ്ട ഒരു കാലം കഴിഞ്ഞു. അല്ലാതെ മെന്റലി വീക്കായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ട്രെസ്സോ ഈ ഡിപ്രഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൻ മാനസിക രോഗിയാ, ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ചിന്താഗതിയാണ് മാറുന്നത്. ഇതൊക്കെ നോർമലി നമുക്കൊരു പനി വരുന്ന പോലെ, ജലദോഷം വരുന്ന പോലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇന്നത്തെ ജനറേഷനിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ തലമുറയിൽ ഇത്തിരി കൂടുതലാണ് എന്നുള്ളതാണ് പ്രശ്നം. കാരണം പല കാര്യങ്ങളുണ്ട്, പല റീസൺസ് ഉണ്ട് അതിന്. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തലമുറയെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനുള്ള കാര്യങ്ങൾ, ദിശ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തിനും, മാനസികാരോഗ്യത്തിനും, ശാരീരികാരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടിയുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസും നമുക്കുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് 2 കുട്ടികൾ ചിലപ്പോൾ ജീവനോടെ കണ്ടേനെ. ഇല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടില്ല, അവർ ഈ കാര്യം അറിയിച്ചെങ്കിൽ മേ ബി അവരുടെ പേരൻസിനെ വിളിച്ച് വരുത്തി പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നിരിക്കാം. അറിയില്ല. നമുക്ക് കിട്ടിയ വിവരം വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോകളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമില്ല. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തോ, പ്രശ്നമില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടെ പരിഗണിക്കുക.